നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പക്ഷേ അവള് ബോൾഡായിട്ട് പെരുമാറാനുള്ള സാധ്യത കുറവാ. ചേച്ചി പറഞ്ഞു ശരിയാ. ഒരു രാത്രി ഞാൻ അവളെ കണ്ട കാര്യം പറഞ്ഞില്ലേ, അന്ന് അവള് വല്ലാതെ ഭയപ്പെട്ടിരുന്നു. അമലിനെ ഞാൻ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പോലും ശിവാനി തടഞ്ഞു. അത്രയ്ക്ക് പേടിയായിരുന്നു അവക്ക്. അവള് നല്ല കുട്ടിയാ. അന്ന് അവള് സംസാരിച്ച ഓരോന്നും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ശരിക്കും സങ്കടം തോന്നി ചേച്ചി. എന്തായാലും അവനിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ. സിനിമ എന്ന മായാലോകത്തെത്താൻ ശ്രമിച്ച് ചെളിക്കുണ്ടിൽ വീണുപോയ ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ അവൾക്ക് വരാതിരുന്നത് വലിയ ഭാഗ്യമായി. സിനിമയിൽ ജയിക്കുന്നവരെക്കാളും തോൽക്കുന്നവരെ ചേച്ചി കൂടുതൽ. ജയിക്കാൻ കുറുക്കുവഴികളുണ്ടെന്ന് വിശ്വസിക്കുന്നവരാ കൂടുതലും തോക്കുന്നത്. സക്സസിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവര് കുറവാ. പ്രണവിന് സിനിമയിൽ നല്ല പരിചയമാണെന്ന് തോന്നുന്നല്ലോ. കുറച്ച് പരിചയക്കാരൊക്കെ ഉണ്ട് ചേച്ചി. അവരൊന്നും പക്ഷേ അത്ര വലിയ ആൾക്കാരൊന്നുമല്ല. പക്ഷേ സക്സസിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നവരാ. പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയാൽ ശിവാനിയും രക്ഷപ്പെടും. അങ്ങനെയാണെങ്കിൽ അവളുടെ ഇപ്പോഴത്തെ ഈ ട്രോമയിൽ നിന്നും അവൾക്കൊരു മോചനമാവും. ഞാൻ ശ്രമിക്കാം ചേച്ചി. എന്റെ പരിചയക്കാരെന്തായാലും ചതിക്കില്ല. ശരി, അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എടി, നിന്റെ നിഖിലേട്ടൻ ഇതുവഴി വരുമെന്ന് ഉറപ്പാണോ? ഉറപ്പാടി. 2 വളവ് അപ്പുറത്തെ ഗണേഷ് എന്ന് പറഞ്ഞ സാറിന്റെ വീടുള്ളത്. ആ സാറാ നിഖിലേട്ടൻ ഏതോ ടെസ്റ്റ് എഴുതാൻ കോച്ചിങ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നിഖിലേട്ടൻ ഈ വഴിയാ വീട്ടിൽ പോന്നെ. എടി കേമി, ഇതൊക്കെ നീ എങ്ങനെ മനസ്സിലാക്കി എടുത്തടി? അതൊക്കെ നൈസായി നിഖിലേട്ടന്റെ നാവിന്ന് എന്നെ ചോർത്തെടുത്തതാ. ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട. നിന്റെ വീട് ഇതിനെ അടുത്താ. ഞാൻ നിന്നെ കാണാൻ വന്നതാ. സെറ്റല്ലേ? ഞാൻ സെറ്റാ. ഇനി നീ നിന്റെ നിഖിലേട്ടനെ സെറ്റാക്കി എടുത്താ മതി. അതിനുള്ള സ്ട്രോങ് ആയ ശ്രമത്തില് മോളെ. ആ ഡെഡി വരുന്നുണ്ട്, നിന്റെ നിഖിലേട്ടൻ. നിഖിലേട്ടാ, വാട്ട് എ സർപ്രൈസ്. നിഖിലേട്ടൻ ഈ വഴി വരുന്നു ഞാൻ ഒട്ടും കരുതിയില്ല. തന്നെ ഇവിടെ കണ്ടുകിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്താ ഇവിടെ? ഞാൻ ആർച്ചയെ പരിചയപ്പെടുത്തിയില്ലേ? ഇതിനടുത്ത വീടിന്റെ ആർച്ച. വീടിന് ചോർച്ചയോ? ചോർച്ചല്ല മാഷേ, ആർച്ച. എന്റെ വീട് ഇവിടെ അടുത്തെന്നാ ഇവള് ഉദ്ദേശിച്ചത്. ഇവിടെ ഏത് വീടാ? അത് ആ ട്രാൻസ്ഫോമർ ഇല്ലേ, അതിനപ്പുറത്തെ അവളുടെ വീട്. ട്രാൻസ്ഫോമറിന്റെ അപ്പുറത്ത് സുരേഷേന്റെ വീട്. അപ്പൊ കൂടി സുരേഷേന്റെ മോളാണോ? അല്ല, അതെങ്ങനെ ശരിയാവും? സുരേഷേന്റെ മോള് UKG-യിലാണെന്നാണല്ലോ പറഞ്ഞത്. എന്റെ വീട് ട്രാൻസ്ഫോമറിന്റെ തൊട്ടപ്പുറത്തല്ല, 5-6 വീട് അപ്പുറത്താ. 5-6 വീട് അപ്പുറത്തെന്ന് പറയുമ്പോ ഇവളുടെ വീട് ഏതായാലെന്താ, നമ്മള് വീണ്ടും കണ്ടുമുട്ടിയില്ലേ, അതല്ലേ പ്രധാനം. അതെ, എന്തായാലും വല്ലാത്ത സർപ്രൈസ് ആയി പോയി. ഇനി എന്നും ഈ സർപ്രൈസ് പ്രതീക്ഷിക്കാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, എന്റെ വീട് ട്രാൻസ്ഫോമറിന്റെ അപ്പുറത്താണല്ലോ. ഇവളെന്നും എന്നെ കാണാൻ ഇവിടെ വരാറുണ്ട്. നിഖിലേട്ടൻ ഗണേശ് സാറിന്റെ വീട്ടിൽ വരുമ്പോ എന്നും ഇവളെ കാണാലോ. ഓ, അല്ല, ഞാൻ ഗണേശ് സാറിന്റെ വീട്ടിൽ പോയതാണെന്ന് കുട്ടി എങ്ങനെ അറിഞ്ഞു? എന്തുവാടി ഇത്? ഗണേശ് സാറിനെ അറിയോ? ഇവള് ഇവിടെയുള്ള ആളാണല്ലോ, അപ്പൊ ഇവിടെയുള്ള ആൾക്കാരെ ഇവൾക്കറിയാലോ. ആ അതെ അതെ അതെ, ഗണേശ് സാറിനെ ഈ നാട്ടിൽ ആർക്കും അറിയാത്തത്? പക്ഷെ ഞാൻ സാറിന്റെ വീട്ടിൽ പോയതാണെന്ന് കുട്ടി എങ്ങനെ അറിഞ്ഞു? ആ ശരിയാ, എന്നെ സാറിന്റെ വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ടാവൂലേ? ആ അതെ അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. ഇവളൊരു നല്ല വായി നോക്കിയായതുകൊണ്ട് ഇവളെല്ലാം ശ്രദ്ധിക്കും. ശരി, സന്ധ്യാവാറായി. യാമിന് വേഗം വീട്ടിൽ പോവാൻ നോക്ക്. ഓക്കെ നിഖിലേട്ടാ, പിന്നെ കാണാം. ബൈ ബൈ. ആരടി വായി നോക്കി? എനിക്ക് ഇപ്പൊ അറിയണം. ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു വന്നപ്പോ അറിയാൻ
അറിയാണ്ട് സത്യം പുറത്തു വന്നു പോയി. നീ ഒന്ന് ക്ഷമിക്കേ. ഓഹോ, വീണ്ടും അപമാനം. ഇനി നിഖിലേട്ടനെ കാണാന്ന് പറഞ്ഞ് നീ വാ, ശരിയാക്കി തരാം ഞാൻ. ഒന്ന് ക്ഷമിക്കും മുത്തേ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. എന്നാ നമുക്ക് പോവാം. എന്റെ വീട്ടിലോട്ട് ഇവിടുന്ന് 10 കിലോമീറ്റർ ആണ്. നീ വിഷമിക്കണ്ട, 8 കിലോമീറ്റർ ഞാനും കൂടെ ഉണ്ടല്ലോ. നമുക്കൊരു ഓട്ടോ വിളിക്കാം. നീ ഷെയർ ഇടണ്ട, ഞാൻ കൊടുത്തോളാം. അയ്യടാ ഷെയർ എടി, നിന്റെ കൃഷ്ണനെ കാണാൻ വന്നതല്ലേ, ഞാൻ ഷെയർ ഇടില്ല. എന്തായാലും കൊള്ളാം. റിച്ച് ഗേൾ പുവർ ബോയ് കോമ്പോ എന്ന് സക്സസാ. സാറിന്റെ മീറ്റിംഗ് കഴിഞ്ഞില്ലേ ഇതുവരെ? ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, കഴിയുമ്പോ ഇങ്ങോട്ട് വിളിക്കും. മീറ്റിംഗ് കഴിഞ്ഞോ? യെസ്, ഇപ്പൊ കഴിഞ്ഞിറങ്ങിയതേ ഉള്ളൂ. ഓ, അപ്പൊ ഇങ്ങെത്താൻ രാവിലെ ആവില്ലേ? ആവും. തന്നെ കാണാതെ അത്രയും നേരം എങ്ങനെ പിടിച്ചിരിക്കും? അതാ വീഡിയോ കോൾ ചെയ്തേ. എങ്കിൽ ഇഷ്ടം പോലെ കണ്ടു. ഫോണിൽ കാണുമ്പോ നേരിട്ട് കാണാനുള്ള ആഗ്രഹം കൂടും. നേരിട്ട് കണ്ടിട്ട് എന്തിനാ വഴക്കുണ്ടാക്കാനോ? ശേ, അല്ല, കടിച്ചു തിന്നാൻ. അയ്യടാ, പെണ്ണിന്റെ ഒരു നാണം. അപ്പൊ ഈറ്റപ്പൂലി പോലെ ചീറ്റാൻ മാത്രമല്ല, നാണിക്കാനും അറിയാല്ലേ? അല്ല, ഇങ്ങനൊക്കെ പറയുന്നതേ കാറ് ഡ്രൈവ് ചെയ്യുന്ന ചേട്ടൻ കേൾക്കില്ലേ? ഏയ്, കേക്കില്ല. കേൾക്കും. എനിക്ക് നാളെ ആ ചേട്ടനെ കാണാനുള്ളതാ. ആകെ ചമ്മലാവും. താൻ പേടിക്കണ്ട. ഡ്രൈവർ ചേട്ടന്റെ ചെവിയിലെ ഇയർഫോൺ വെച്ച് ബ്ലൂടൂത്ത് വഴി പാട്ട് വെച്ച് കൊടുത്തിരിക്കുക ഞാൻ. എനിക്ക് ഒരു മിനിറ്റ് നോക്കി. അതെ, ആ ചേട്ടന് റോഡിലെ മറ്റ് സൗണ്ടുകൾ കേൾക്കാൻ പറ്റും. അപകടം പറ്റും. വേഗം ഇയർഫോൺ മാറ്റ്. താനിങ്ങനെ പേടിക്കാതോ, ഒരു കുഴപ്പം വരില്ല. അത് വേണ്ട സർ, ഇങ്ങനെ ചെയ്യുന്നത് ഇല്ലീഗലും കൂടിയാ. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നിയമം, അത് നമ്മൾ പാലിക്കണം. ചിരിക്കണ്ട, സാറിന്റെ സേഫ്റ്റി എനിക്ക് പ്രധാനം. താനത് വിട്, എന്നിട്ട് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കും. പിന്നെ മനുഷ്യന് പേടിയായിട്ട് വയ്യ, അപ്പോഴാണ് റൊമാൻസ്. പ്ലീസ് നിധി, എനിക്ക് ബോറടിക്കാതിരിക്കാനാ. സാർ ആദ്യം ആ ചേട്ടന്റെ ഇയർഫോൺ മാറ്റ്. ഇയർഫോൺ മാറ്റിയ വഷളത്തരം ഒന്നും പറയാൻ പറ്റില്ല. അയ്യടാ, അപ്പൊ പറയുന്നത് വഷളത്തരമാണെന്ന് അറിയല്ലേ? എന്ത് ചെയ്യാനാ, ഞാൻ ഇത്രയും ദൂരമായതുകൊണ്ട് പറയാനല്ലേ പറ്റൂ. പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ. പോടാ. എനിക്കെന്താ? ഇനി വന്നിട്ട് തരാം. അത് വേറെ. ഇപ്പൊ താൽക്കാലിക ആശ്വാസത്തിന് പ്ലീസ്. എനിക്ക് ചമ്മലാണ് സർ. ചമ്മലോടെ തന്നെ തന്നാ മതി. നിർബന്ധാണോ? അതെ. മതി, ഇനി സാറ് കുറച്ചു നേരം ഉറങ്ങ്. ഞാൻ യാത്രയിൽ ഉറങ്ങില്ല. താൻ കിടന്നു. സാറൊന്ന് മയങ്ങിയാലേ എനിക്ക് ഉറക്കം വരൂ. വേണ്ടടോ, എനിക്ക് ഉറക്കം വരില്ല. അങ്ങ് എത്തും വരെ നമ്മുടെ ഡ്രൈവറാട്ടൻ ഉറങ്ങാതിരിക്കണ്ടേ? എനിക്ക് ആ പേടിയുണ്ടേ. അയ്യോ, അത് ശരിയാണല്ലോ. എങ്കിൽ സാർ ഉറങ്ങണ്ട. പക്ഷെ താൻ ഉറങ്ങണം. കിടക്ക്. കട്ട് ചെയ്തോ? സാറ് കട്ട് ചെയ്യും. പറ്റില്ല. മുമ്പ് വിളിച്ചപ്പോ ഞാനാ കട്ട് ചെയ്തത്. ഇത്തവണ താൻ കട്ട് ചെയ്യണം. ഓ, സമ്മതിച്ചു. കാഞ്ചന കണ്ണെഴുതി പാതിരാ പൂച്ചൂടി ആരെയോ കാത്തു നിൽക്കുന്നു വെൺപനിമതി വളരിയ കാഞ്ചന കണ്ണെഴുതി പാതിരാ പൂച്ചൂടി ആരെയോ
എന്താ സാർ ഇത്? ഉറങ്ങാനും സമ്മതിക്കില്ല. അയ്യോ, സാർ എപ്പോ വന്നു? അന്നതേ ഉള്ളൂ. അയ്യോ സോറി, ഞാൻ ബോധം കെട്ട് ഉറങ്ങിപ്പോയി. താൻ ഉറങ്ങുന്നത് ഞാൻ കുറച്ചു നേരം കണ്ടു നിന്നു. ടെൻഷൻ അടിക്കണ്ട, തന്റെ ഡ്രസ് ഒന്നും സ്ഥാനം തെറ്റിയിട്ടില്ലായിരുന്നു. ഓ, അപ്പോ സ്ഥാനം തെറ്റിയിട്ടുണ്ടോന്ന് നോക്കിയല്ലേ? ആ, എന്റെ സീൻ കണ്ടു നിൽക്കാതെ സാറിന് എന്നെ ഒന്ന് വിളിച്ചു നടത്താൻ പാടില്ലായിരുന്നോ? അതല്ലേ ഞാനിപ്പോ ചെയ്തത്. ഉം. ആ, തന്റെ കിടപ്പ് കണ്ടപ്പോ എനിക്ക് എന്താ തോന്നിയെന്നറിയോ? എന്താ? മിണ്ടാതെ തന്റെ കൂടെ ചേർന്ന് കിടന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്നുണർത്താന്ന്. എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഉം.